വളരെ സർപ്രൈസ് ആയിട്ടാണ് ബാപ്പ അന്ന് ആയിഷയെ കാണാൻ സ്കൂളിലെത്തിയത്. ഗൾഫിൽ നിന്ന് വന്ന വാപ്പയെ കണ്ടാൽ ആയിഷ ക്ലാസ് റൂമിൽ നിന്ന് തുള്ളിച്ചാടുമെന്ന് അറിഞ്ഞ് കുറേ മിഠായിയൊക്കെ ആയിട്ട് വാപ്പ അന്ന് മോളെ കാണാൻ വന്നായിരുന്നു. ക്ലാസ്സിലെത്തിയതും മോളെ നോക്കുന്ന സമയത്ത് ഏറ്റവും പിറകിലെ ബെഞ്ചിൽ തല താഴ്ത്തി കൈവെണ്ടു വെച്ച് അതിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിഷയാണ് വാപ്പയ്ക്ക് കാണാൻ കഴിഞ്ഞത്. എന്തു പറ്റിയെന്ന് ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, ആയിഷ ഒന്നും പഠിക്കുന്നില്ല, പഠിച്ചതൊന്നും ഓർത്തു വെക്കാൻ കഴിയുന്നില്ല, എന്തോ ഒരു കുഴപ്പമുണ്ട്, മുഴുവൻ മടിയാണ് എന്ന് പറഞ്ഞു. ആയിഷയുടെ കൈയും പിടിച്ച് വാപ്പ വീട്ടിലേക്ക് വന്നു, വളരെ വിഷമത്തോടു കൂടെ. അങ്ങനെ ഈ ആയിഷയ്ക്ക് എന്താണ് പ്രോബ്ലം എന്നറിയാതെ വീട്ടിലെത്തി ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മയും പറഞ്ഞു ആയിഷയ്ക്ക് ഭയങ്കര മടിയാണ്, അവൾ ഫോണിൽ എല്ലാ കാര്യങ്ങളും എത്ര സമയം വേണമെങ്കിലും നോക്കിയിരിക്കാൻ റെഡിയാണ്, പഠിക്കാൻ പുസ്തകത്തിൻ്റെ പേര് പറയുമ്പം ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര പ്രശ്നമാണ്. വാപ്പ വല്ലാതെ വിഷമിച്ചു. എന്തായിരിക്കും പ്രശ്നം? ഈ വാപ്പ നല്ല ഒരു പഠനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയി. അവർ ആ കുട്ടിയെ ഇരുന്ന് നോക്കിയപ്പം, ആ കുട്ടിയെ ഒന്ന് ശ്രദ്ധിച്ചപ്പം, ആ കുട്ടിയെ ഒന്ന് പരിശോധിച്ചപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ കുട്ടിക്ക് പഠിക്കാൻ ചെറിയ പ്രയാസമുണ്ടെന്ന്. അതായത് പഠിക്കാൻ ആവശ്യമായ കുറേ കഴിവുകളുണ്ട് ഓരോ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ അടങ്ങിയിരുന്ന ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള കഴിവ് കുട്ടിക്ക് വളരെ കുറവായിരുന്നു. അപ്പം ഇത് മനസ്സിലാക്കിയപ്പോൾ അതിന് വേണ്ടുന്ന പരിശീലനങ്ങൾ കൊടുത്തപ്പം ആയിഷ ഇന്ന് മനോഹരമായി പഠിക്കുന്ന ആ ക്ലാസ്സിൽ ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കുട്ടികൾ പഠനത്തിൽ പിറകോട്ട് പോകാൻ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കഴിവുകൾ കുറവുള്ളത് കൊണ്ടും സാധ്യതയുണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയൊക്കെ അതിപ്രസരമായ ഉപയോഗങ്ങൾ കൊണ്ട് കുട്ടികളുടെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ ശരിക്കും നഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജനറേഷൻ സിയിലെ ആൽഫ ജനറേഷനിലെ കുട്ടികൾക്ക്. കാരണം നമ്മൾ അവരുടെ കയ്യിൽ കിട്ടുന്ന മൊബൈലും സോഷ്യൽ മീഡിയയും വീഡിയോസും ഒക്കെ അവരുടെ ഒരുപാട് കഴിവുകൾ, പ്രത്യേകിച്ചും അറ്റൻഷൻ പോലുള്ള പല കഴിവുകളെയും ഇല്ലാതെയാക്കി കളയുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. കാരണം പഠനം എന്ന് പറയുന്നത് വളരെ സ്ലോലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിലേക്ക് കുട്ടി പര്യാപ്തമാകണമെങ്കിൽ ഒരുപാട് കഴിവുകൾ കുട്ടികൾ ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ മനസ്സിലാക്കാൻ, കുട്ടികളുടെ പഠനത്തിന് സപ്പോർട്ട് ചെയ്യാൻ, അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, ഇതിനൊക്കെ ഏറ്റവും ആവശ്യം കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു പരിശീലനം നമ്മൾ സെറ്റ് ചെയ്യാൻ. അപ്പം എൻ്റെ കുട്ടിയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും, ഇനി ഞാൻ ഒരു ടീച്ചറാണ്, എനിക്ക് ടീച്ചിങ്ങിനെ ഒന്നുകൂടി ഇമ്പ്രൂവ് ആണ്, കാരണം എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടികളുടെയും പ്രശ്നം എന്താണെന്നും അവരെങ്ങനെ സഹായിക്കാമെന്നും അറിയുമ്പോഴാണ് ഞാനും ഒരു ബെസ്റ്റ് ടീച്ചറാണ്. ഇനി സാമൂഹികമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കും ട്രെയിനേഴ്സിനും ഒക്കെ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള മനോഹരമായൊരു ക്യാമ്പ് നമ്മൾ സെറ്റ് ചെയ്യാണ്. വയനാട്ടിൽ വെച്ചിട്ടാണ് ഈ വരുന്ന മെയ് 12 മുതൽ 5 ദിവസം മനോഹരമായ ക്യാമ്പ്, 3 മാസത്തെ ഫോളോ അപ്പ്, ഓൺലൈൻ ഫോളോ അപ്പും കൂടെ അതിൽ ആഡ് ഓൺ ആണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ അടിപൊളി ക്യാമ്പാണ്. തീർച്ചയായിട്ടും കുട്ടികളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്.